നമ്മളിന്ന് വയനാട് എടയ്ക്കൽ ഗുഹ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വയനാട് എടയ്ക്കൽ ഗുഹ പോകുന്ന വഴി ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, ട്രാവലീഷ്യസ് റെസ്റ്റോറൻറ്റ്. ട്രാവലീഷ്യസ് റെസ്റ്റോറൻറ്റിലെ ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാവരും വരണം. നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ലൊരു ഇൻറ്റീരിയേഴ്സ്, നമുക്ക് കൂൾ ആൻഡ് ഭയങ്കര പീസായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് എടയ്ക്കൽ കേവ്സിൻ്റെ വിസിറ്റിംഗ് ടൈം. പക്ഷേ ഞങ്ങൾ ഏതാണ്ട് അവരോട് ചോദിച്ചപ്പോൾ ഇന്ന് 5 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ട്രാവലീഷ്യസ് റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ വിചാരിച്ചു ശരി വിട്ട് കളയാം, ഇന്ന് ഇനി വിസിറ്റിംഗ് നടക്കില്ല, കാരണം ഓൾറെഡി 4:30 ആയി. പക്ഷേ അവർ പറഞ്ഞു കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഓടി പിടിക്കാൻ നോക്കി. ഒരു 4:30 കഴിഞ്ഞിരുന്നു അപ്പത്തേനും. ഫാസ്റ്റാക്ക് തോന്നുന്നില്ല കേട്ടാ കിട്ടുന്നു. 40 അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 4:40 നമുക്ക് കിട്ടും തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ ചെന്നു, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ആ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് കിട്ടി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻട്രൻസ് എടയ്ക്കൽ കേവ്സിൻ്റെ. തിങ്കൾ അവധിയാണ്, രാവിലെ 8:30 മുതൽ വൈകിട്ട് 4 വരെ. പക്ഷേ എങ്ങനെയായാലും എക്സ്റ്റെൻഡൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ എത്തിപ്പിടിച്ച് ഒരു 5 മണിയാവും ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് എടയ്ക്കൽ കേവ്സിൻ്റെ എൻട്രി. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ എടയ്ക്കൽ കേവ്സ് എന്നൊരു പച്ച ബോർഡിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കയറുന്ന ടൈം, അതായത് ഫുള്ള് ഈ മേലേക്കുള്ള എലിവേഷൻ ഫുള്ള് ഇങ്ങനെ കയറ്റായതുകൊണ്ട് തന്നെ പിന്നെ നിലുവുണ്ട്, ഞാനും അവളും മാറി 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 പിടിക്കണം. അപ്പോൾ നിലുവിനെയും വെക്കണം, കയറ്റം കയറണം, ഷൂട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി ഒരു ജഗപൊകയായിരുന്നു. ഒരുപാട് ആൾക്കാർ അപ്പോഴും ഞങ്ങൾ വന്ന ടൈമിലും കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം നമ്മൾ നല്ല കയറ്റത്തിലോട്ട് പീക്കിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് നന്നായിരുന്നു. പിന്നെ നല്ല ആംബിയൻസ് ആണ്, ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങനെ ആലോചിച്ചു ഇതാണ് അവരുടെ ക്ലോസിങ് ടൈം, കാരണം ഞങ്ങൾ കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ബട്ടർ മിൽക്ക്, ലൈം സോഡ, ലൈം ജ്യൂസ്, ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഈ കമ്മൽ, അതുപോലുള്ള ക്ലേൻ്റെ സാധനങ്ങൾ, അങ്ങനെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന സൈക്കിൾസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട് കേട്ടോ. ഈ സ്പോട്ട് മാത്രമല്ല, നമ്മൾ മുന്നോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഒരുപാട് സ്പോട്ട്സ് ഉണ്ട്. കടകൾക്ക് ഒരു പഞ്ഞുമില്ല, ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു. ഓരോരോ കുറച്ച് സെറ്റിൽമെൻറ്റ്സ് പോലെ ഒരുപാട് കടകളുണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ദാഹിക്കുകയാണെങ്കിലും കഴിക്കാനൊക്കെ ഒരുപാട് കയറി ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആരും കിട്ടില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉള്ളിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ കൊച്ചായിട്ട് നമ്മളുടെ ദാഹം തീർക്കാനും നമുക്ക് അത്യാവശ്യം വിശപ്പൊക്കെ മാറ്റാനുമുള്ള എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ കയറാനുണ്ട്. എടയ്ക്കൽ കേവ്സ് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ കാലിനൊക്കെ കുറച്ച് പെയിൻ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അത്തരം ആൾക്കാർ കഴിയുന്നതും ഈ അഡ്വഞ്ചറസ് ജേർണി ഒഴിവാക്കുകയാണ് നല്ലത്. അത്യാവശ്യം സ്ട്രെങ്ത്ത് വേണം കേട്ടോ കയറാൻ, കാരണം നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് മേലേക്ക് നടക്കാനുണ്ട്, അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഫസ്റ്റ് നമ്മൾ കണ്ട എൻട്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ വാങ്ങേണ്ട എൻട്രിയാണിത്. ഇങ്ങോട്ട് തന്നെ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ അഡൾട്ട് വലിയ കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്ക് 50 രൂപയും ചെറിയ കുട്ടികൾക്ക് 30 രൂപയും വെച്ചിട്ടുള്ള ഒരു കണക്കിലാണ് അവർ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ ഇനി ആ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ട ഗേറ്റ് എൻട്രൻസിൽ ടിക്കറ്റ് ഒന്നുമില്ല, ജസ്റ്റ് നേരെ കയറി ചെല്ലാവുന്നതേ ഉള്ളൂ. ഈ ഒരു സെക്കൻഡ് എൻട്രൻസിൻ്റെ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് കയറുന്ന ഭാഗമാണത്. ഇവിടെ 2 സൈഡിലും ഒരുപാട് കാപ്പി മരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റെപ്സൊക്കെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് ഫുൾ സ്റ്റെപ്സ് ഉണ്ട് കയറാനൊക്കെ. പക്ഷേ ഈ സ്റ്റെപ്സ് എത്തിക്കഴിഞ്ഞാലാണ് പിന്നെയും നമുക്കൊരു ആശ്വാസം. കാരണം നമ്മൾ ആ ഫസ്റ്റ് കയറി വരുന്ന ടൈമിൽ ഒരുപാട് ഈ മറ്റേ കേവായിട്ടുള്ള കയറ്റായതുകൊണ്ട് നമുക്കിങ്ങനെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നിലുവിനെ വെച്ച് കയറുക എന്ന് പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ സ്റ്റെപ്പുള്ളത് നമുക്ക് ഒരു ആശ്വാസമായി, കാരണം സ്റ്റെപ്പുള്ളപ്പോൾ നമുക്ക് പിടിച്ച് മെല്ലെ മെല്ലെ കയറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പോകുന്ന വഴിയാണ് എടയ്ക്കൽ കേവ്സിലോട്ട്. ഇനി കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടി ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവ്സ് എത്തും. അപ്പോൾ എടയ്ക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം വയനാട് ജില്ലയിലാണ്. എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് അമ്പുകുത്തി മല, വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ്. ചെറുശിലായുഗ സംസ്കാര കാലത്തെ ശിലാലിഖിതങ്ങളും അതുപോലെ കൊത്തുപണികളും നിറഞ്ഞ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഗുഹയാണ് എടയ്ക്കൽ ഗുഹകൾ എന്ന് പറയുന്നത്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും പീക്കിൽ അവിടെയൊക്കെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ടാവും, 1-2 പേര് നമ്മളെ ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ
ഏത് വഴി പോകണം എന്ന് പറഞ്ഞു തരാനും ക്ലോസിങ് ടൈമും ഇൻറ്റിമേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ 1-2 പേര് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറേ പേര് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കയറുന്ന വഴി തന്നെ ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളും അത്യാവശ്യം റെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കയറിയത്. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറാനുമുണ്ട്. 5000 മുതൽ 8000 വർഷം വരെ പഴക്കമുള്ള ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ കാണിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടയ്ക്കൽ ഗുഹകളുടെ ചുവരിൽ കാണാൻ പറ്റുക. ഈ ഗുഹകളുടെ ഉള്ളിൽ കണക്ട് ചെയ്യാൻ, അതായത് ഉള്ളിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ലാഡേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാരണം ഇതുവഴിയൊക്കെ അവർ പാറിട്ട് കഴിഞ്ഞാൽ, പാറയാണ് സത്യം പറഞ്ഞാൽ, പക്ഷേ അതിൻ്റെ മേലെ കൂടെ അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോണിപ്പടികൾ വളരെ ഉപയോഗപ്രദമായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പാറയിൽ കാണാൻ പറ്റും ഒരുപാട് വരകൾ അല്ലേ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ കാണിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണിത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു ഇതിങ്ങനെയാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് അന്ന് 6000-8000 വർഷം പഴക്കമുള്ള മനുഷ്യർ യൂസ് ചെയ്തിരുന്ന ലിപിയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് ഇതൊരു സിംഗിൾ ഗുഹയായിട്ട് തന്നെയാണ്. പക്ഷേ ഇത് യഥാർത്ഥ ഗുഹയല്ല, മറിച്ച് ഒരു വലിയ പാറ 2ആയി പിളർന്നുണ്ടായ ഒരു വിള്ളലാണ്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത്. ഇതാ ഉള്ളിലോട്ട് കയറുന്ന ഏറ്റവും ഇൻറ്റീരിയർ ആയിട്ടുള്ള സെക്ഷനാണ്. ഇവിടെ 2 സൈഡിലും ഒരുപാട് ഇതേപോലത്തെ വരകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇവർ നിയമിച്ചിട്ടുള്ളത് ഓഫീസർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഗൈഡ് 1-2-3 ഗൈഡ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു കുട്ടിയുടെ ചിത്രമാണ്, ഇങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് എലിവേഷന് നമുക്കിങ്ങനെ താഴത്തോട്ട് നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തല കറങ്ങും. അപ്പോൾ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും വരേണ്ട ഒരു സ്പോട്ടാണ്, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് എടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത്. കേരളത്തിലുണ്ടായിട്ടും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും നമുക്കിവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട്. ഇതാ ഏറ്റവും ടോപ്പ് എലിവേഷനിലുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വയനാടൊക്കെ വരികയാണെങ്കിൽ എടയ്ക്കൽ ഗുഹ വരിക, വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണാം.